വരെ ഒരു പണി ഉണ്ടായിട്ടില്ല. ഇവിടെ 8ന്റെ പണി കിട്ടി. നമ്മളെ ബാഗ് എടുത്തിട്ട് വേറെ ആള് പോയി. ഒരു പിന്നെ പിന്നെ മോശാളിക്ക് എത്ര ഇത്താത്തമാരുടെ ഒത്തു വേണ്ടിയ ഒരാളിപ്പോ പാഞ്ഞു വരും. ആയിക്കോളൂ. അസ്സലാമലൈക്കും, എല്ലാവർക്കും കുലൂസ് ചാനലിലേക്ക് സ്വാഗതം. ചക്കുവിന് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എന്ത് നമ്മള് നാട്ടിലേക്ക് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും പറഞ്ഞോ. പിന്നെ ഞങ്ങളിപ്പോ എയർപോർട്ടിലേക്കുള്ള വഴിയിലാണ്. നമ്മളെ മൂസിച്ചുണ്ട്, മാറുപ്പിച്ചുണ്ട്, തക്കുത്തുണ്ട്, മമ്മൂട്ടിയുണ്ട്, അല്ല മമ്മൂട്ടി ബാഷുട്ടിയെല്ലാം ഉണ്ട്. നാട്ടിലേക്ക് പോകുന്നത് ഇൻഷാല്ലാ. അങ്ങനെ ഖത്തറിനോട് നമ്മൾ വിട പറയുകയാണ്. വെയിറ്റ് ആൻഡ് സീ ഇൻഷാല്ലാ വെയിറ്റ് ആൻഡ് സീ. അതൊക്കെ കുറേ ആൾക്കാർ വീഡിയോന്റെ താഴെ ചോദിക്കുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്ന വീഡിയോ എടുത്തിട്ടില്ലേ. നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. എഡിറ്റിങ് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പം ഞാൻ എഡിറ്റ് ആക്കുമ്പം നിങ്ങൾ കുറേ ആൾ ചോദിച്ചത് ഗൾഫിൽ നിന്ന് വരുന്നത് വരെ ഉള്ളതുണ്ട്, അല്ല ഗൾഫിൽ നിന്ന് അവിടെ എത്തിയിട്ട് നാളെ പോകുമെന്ന് പറയുന്നത് വരെ ഉണ്ട്. പക്ഷെ നാട്ടിലെത്തിയ വീഡിയോസൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഇന്ന് എഡിറ്റ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊന്നും ആളെ കാണാമല്ലോ, എപ്പോഴെങ്കിലും നമുക്കും കാണാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഉമ്മക്കുട്ടി ഭയങ്കര സന്തോഷത്തിലായിട്ട് നാട്ടിൽ പോകുന്ന സന്തോഷമുണ്ട്, വരുന്ന സങ്കടമുണ്ട്. ഓക്ക് 2 മനസ്സേനു. പിന്നെ പെട്ടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഈ പെട്ടിൻ്റെ ഉള്ളിൽ എന്താന്നുള്ള ചോദ്യമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് രാത്രി 10:15 ഫ്ലൈറ്റ് ഉണ്ടായത്. നമ്മൾ റൂമിൽ നിന്ന് ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങി. അപ്പം പെങ്ങളെ മക്കളൊക്കെ വന്നു വൈകുന്നേരം ആകുമ്പോൾ. അവരത് ഇൻട്രോയിലുണ്ടായത്. പിന്നെ അവിടുത്തെ റോഡിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് എത്താം. ഇവിടുത്തെ പോലെയല്ല, ഇവിടുന്ന് 3 മണിക്കൂർ മുമ്പ് എത്തണം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ മുമ്പ് എത്തണം. കാരണം അത്രയും റോഡ് ബ്ലോക്കല്ലേ. അവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നമുക്ക് വിചാരിക്കുന്നതിൽ കൂടുതൽ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ എയർപോർട്ട് അത്ര ലോങ് ഒന്നുമല്ല, അടുത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തി. എയർപോർട്ടിൽ പെങ്ങളെ മക്കളൊക്കെ ഭയങ്കര സെൻറ്റ് ആയിരുന്നു കേട്ടോ. അവരെ സെൻറ്റ് കാണുമ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. തന്നെ കളിയാക്കിക്കൊണ്ടുണ്ടായിന്. ആ ഭാവിക്ക് സങ്കടം, ഭാവിക്ക് അരിഞ്ഞ് അങ്ങനെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലഗേജും ഞങ്ങൾക്ക് കൂടുതലായിരുന്നു. അങ്ങനെ കൂടുതൽ മീൻസ് ഞങ്ങൾക്ക് പോകുമ്പോൾ 20 kg ആയിരുന്നു. പക്ഷെ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് 30 kg എന്നാണ്. അപ്പോൾ പോകുമ്പോൾ 20 kg തന്നെ ഉണ്ടായിരുന്നു. ഉമ്മുട്ടിക്കും ബാച്ചുട്ടിക്ക് 10 kg, ഉമ്മുട്ടിക്ക് 20. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടുണ്ടായിരുന്നു. അവരെ ഉമ്മാവും നമ്മളെ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ വെയിറ്റ് അങ്ങനെ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് വന്നത്. എഴുതിച്ചാന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. പിന്നെ ഞാൻ ഒരുപാട് ഡ്രസ്സ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കെല്ലാം ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുകൊണ്ടൊരു അബദ്ധം അവിടെയും പറ്റി. പിന്നെ നമ്മൾ അധികം പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ അവിടുത്തെ മേൽ നോക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. നമ്മൾ അവിടെ തന്നെ താമസമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ പോയിട്ട് നമുക്ക് വാങ്ങാൻ ഭയങ്കര നഷ്ടം. അതിപ്പോൾ പമ്പേഴ്സൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അതിന് ഉമ്മ ചോദിച്ച് നീ എന്താ പമ്പേഴ്സൊന്നും വാങ്ങുന്നത്. നമ്മൾ ഇവിടെ നമുക്ക് ലാഭത്തിന് കിട്ടുന്ന പമ്പേഴ്സ്, വെറുതെ നമ്മൾ അവിടുന്ന് വാങ്ങുന്നത്. ഇവിടുന്ന് കയ്യിൽ അങ്ങോട്ട് കൊണ്ടുപോക്കാൻ നല്ലത് അവിടെ താമസിക്കുന്നവർ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഉമ്മുട്ടിയും ബാച്ചുട്ടിയും ഭയങ്കര വാശിയായിരുന്നു. ഭാഗ്യശാലി ചേച്ചാ ഉമ്മുട്ടിനെ ബാത്റൂമിൽ കൊണ്ടുപോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണിത്. നിലത്ത് വീണ് ഇങ്ങനെ തരികയും ചെയ്ത് അങ്ങോട്ട്. പക്ഷെ അവിടെ ഒന്നും പിന്നെ നിലത്ത് വീണ് തരുന്നാലും പ്രശ്നമില്ലല്ലോ. ആ ഒരു സാധനം പൊട്ടിക്കാൻ കൊടുക്കാത്തതിന് സങ്കടമായിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ഫുഡ് പാർസൽ വാങ്ങി. കാരണം കുട്ടികൾക്ക് കൊടുക്കണമല്ലോ. കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വിശന്നാകെ ടയേർഡാകുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഫ്ലൈറ്റ് നമ്മളൊന്ന് സെറ്റായിട്ട് ഇരുന്നതിന് ശേഷം. കാരണം ഇവർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, കരയുന്നു, ഒച്ചപ്പാടാക്കുന്നു. അതെല്ലാം ആകുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ കഴിക്കാനൊരു മൂഡ് കിട്ടുന്നില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞൊന്ന് സെറ്റായിട്ട് ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കുക. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ സമയമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുണ്ടായിരുന്നു. ഒരു 9:30-9:45 ആയിട്ടുണ്ടായിരുന്നു. ഉമ്മുട്ടി കരയാൻ തുടങ്ങി. അങ്ങനെ ഉമ്മുട്ടിനെ കയറ്റിയിട്ട് ഇതിൻ്റെ തിരുത്തി രചിച്ച ഭാഗ്യശാനടുത്ത് ഒന്നും പറയണ്ട. 2 ആളുള്ളത് കൊണ്ട് നല്ലത് തന്നെ. ഒറ്റക്കെല്ലാം എനിക്ക് ഞാൻ
പെട്ടുപോയേനെ. ഇതിൽ കയറിയിട്ടാകുമ്പോൾ ഭാഗ്യശാക്ക് റിവേഴ്സ് വരണ അങ്ങോട്ടൊക്കെ പോകണം അതൊക്കെ ആയിരുന്നു. ഭാഗ്യശ പിന്നെയും കുറച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ചെറിയ ആൾ. ഉമ്മുട്ടിക്കാണ് ഭയങ്കര, അല്ലെങ്കിലും എവിടെയെങ്കിലും എത്തുമ്പോൾ മൂത്താക്ക് എന്നെ വാശി ഉണ്ടാവല്. ചെറിയ ആൾ പിന്നെയും കുറച്ചൊന്നും അടങ്ങും, മൂത്താക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാം, നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. പിന്നെ ഇങ്ങേക്ക് വരുമ്പം ഫുള്ളും നമ്മളെ നാട്ടുകാർ തന്നെ അല്ലേ, മലയാളികൾ തന്നെ. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ മലയാളികൾ തന്നെ. മലയാളികൾക്ക് മലയാളികൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ വേറെ കുറേ വിശേഷങ്ങൾ പറയണം എന്നുണ്ട്. ഉമ്മുക്കുട്ടീൻ്റെ ഒരു ബാഗ്, ഉമ്മൂട്ടിക്ക് നമ്മൾ കൊടുത്ത ബാഗാണിത്. ഈ ബാഗ് പിടിച്ചിട്ട് തന്നെ നിന്നിന്, അതിൻ്റെ വെയിറ്റ് നോക്കാനും വിടുന്നില്ല, ഒന്നിനും വിടുന്നുണ്ടായിരുന്നില്ല. ബാച്ചിക്കുട്ടി നടക്കുന്ന ഇതിലെ പോന്ന് ഞങ്ങൾ സ്ട്രൈറ്റ് പോന്നു. ഓള് റിട്ടേൺ വന്നിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വരുന്നുണ്ടായ. ഇവർ രണ്ടാളും നമ്മൾ ഇച്ഛ ഇന്നായിട്ട് അടിച്ച് ദിവസം നമ്മൾ പറഞ്ഞത് ഇന്നാ. ഹായ് ഫ്രണ്ടാ പരമുത്ത് ഞങ്ങൾ പോവാണ് ഗായ്സ് നാട്ടിലേക്ക്. പേര് പറയത്തമ്മറെ എല്ലാവരുടെ പേര് പറ, മാഷാഅല്ലാഹ് ഒച്ചത്തി പറ. കൊഞ്ചിട്ട് പറയണ്ട, കൊഞ്ചാണ്ടൊന്ന് പറഞ്ഞിനി. പിന്നെ പിന്നെ മാഷാഅല്ലാഹ് എത്ര ഇത്താത്തമാരുടെ മുത്തു വേണ്ടിയ. പിന്നെ ആരുണ്ടോ നമ്മളെ വീട്ടില്? നിന്റെ ആരത്? എനിക്ക് മാമനെ ഇഷ്ടാ, ഈ മാമനെ കാണാൻ ആസാന്നാ. ഈ മാമയുടെ പറ ഐ ലവ് യു മാമ പറഞ്ഞ. ഞാൻ വരുന്നുണ്ട് പറ മാമാട്, പെട്ടെന്ന് വരും പറ. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും ബൈ പറഞ്ഞേ. മുട്ടയ്ക്ക് വിശന്നിരിക്കുകയാണ്. നിൽക്കുന്നുണ്ട്. ഫുഡ് വേണോ? ഉറങ്ങി വേണോ? പച്ചോ ഫുഡ് വേണോ? എന്താണ് ഒക്കെ? എനിക്ക് എന്ത് ഫുഡ് വേണം? എനിക്ക് എന്ത് ഇഷ്ടം? എന്ത് ഫുഡ് ഇഷ്ടം? സന്തോഷത്തിലുണ്ട് ഇപ്പൊ. ഇത്ര നേരം കരയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ശരിയായല്ലോ. ഒരു പാട്ട് പാടോ? ഒരു ചെറിയ ഒരു പാട്ട് പാട. അങ്ങനെ ഫ്ലൈറ്റ് മൂവാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമെല്ലാം ഓപ്പൺ ചെയ്ത് മക്കൾക്കെല്ലാം കൊടുത്ത്, അങ്ങനെ തക്കു ബാഷുട്ടിക്ക് വായിക്കിട്ട് കൊടുത്ത്, ഉമ്മൂട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ചത്. ഞങ്ങൾ രാവിലെ മുതൽ നേരെ കഴിച്ചിട്ടൊന്നുമില്ല, പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് തിരക്കിൽ തന്നെ ആയിരുന്നു. ഞങ്ങളും കുറച്ച് ഭക്ഷണം അതിൽ തന്നെ കഴിച്ചിട്ട് അഡ്ജസ്റ്റാക്കി. ബാച്ചുട്ടി ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് സമാധാനമായി. ഖത്തറിൻ്റെ ഏറ്റവും നല്ല വ്യൂ കാണണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നത്. എന്തൊരു രസമാണ്. പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, നമ്മൾ ഇപ്പുറത്തെ സൈഡായിപ്പോയി.
ബാച്ചുട്ടിക്ക് എന്ത് ഫ്ലൈറ്റ്, അവൾ സീറ്റിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് എല്ലാവരും സീറ്റിൽ പോയിക്കൊണ്ടും കളിച്ചുകൊണ്ടും നമ്മളെത്ര പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഓടി കളിക്കണം. പിന്നെ ഞാൻ കുറേ നേരം പിടിച്ച് ഇരുത്തി, പിന്നെ ഞാൻ അളക്കി എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അളക്കി. കുറേ ആളെടുത്ത് പോകുന്നുണ്ട്, അവൾ സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ അടുക്കുന്ന ഉമ്മൂട്ടിയെല്ലാം ചിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് ക്ഷീണിച്ചിട്ട് ഉറങ്ങിപ്പോയി. ഉമ്മൂട്ടിക്ക് അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഒരു ലൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്ത് അത് അവൾ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ ലാൻഡാകുമ്പോഴേക്ക് ഉമ്മൂട്ടീൻ്റെ സ്വഭാവം മാറി, വീണ്ടും കരച്ചിൽ തുടങ്ങി. പിന്നെ ബാഗേജ് എല്ലാം എടുക്കുന്ന തിരക്കിലായിരുന്നു. ഒരു കാർട്ടൂൺ ബോക്സ് ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അത് കാണാത്തത് കൊണ്ട് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി, എവിടെയും കാണാൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ലഗേജ് മിസ്സായിട്ടുണ്ട്, അപ്പോൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര കൂളായിട്ട് പറയുന്നത് അതാരും കൊണ്ടുപോയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മളെ വിഷമം നമുക്കെല്ലാം അറിയുള്ളൂ. ഇവിടെ എത്താൻ വരെ ഒരു പണി ഉണ്ടായിട്ടില്ല. ഇവിടെ 8ൻ്റെ പണി കിട്ടി, നമ്മളെ ബാഗ് എടുത്തിട്ട് വേറെ ആൾ പോയി. ഓരോരു മനുഷ്യന്മാരുടെ അവസ്ഥ ചിന്തിച്ചാൽ നമ്മളെ പെട്ടി എടുത്തിട്ട് വേറെ ആൾ പോയി. നമ്മളെ പെട്ടി ഇതാ മാറ്റി, നമ്മളെ പെട്ടി അര കൊണ്ടുപോയി, ആരുടെ പെട്ടി ഇട മാറ്റി. അത്രയും അറിയാത്ത എന്ത് ചില ആൾക്കാർക്ക് നോക്കിക്കളിപ്പോൾ നമ്മൾ എത്ര സമയം വേസ്റ്റായി. ഈ കുഞ്ഞു മക്കളെല്ലാം ഈ സമയത്ത് കരയുന്ന പാകിഷ ഉമ്മൂട്ടി ഭയങ്കര കരച്ചിലാണ്. സുന്ദരി നമുക്ക് വിട്ടു തന്ന് എല്ലാവരും പോയിരിക്കുന്നു. ഈച്ച എന്താ സംഭവിച്ചു? നമ്മളെ ബാഗെല്ലാം മിസ്സായി. ബാഗ് വീട്ടിലേക്ക് എത്തിക്കുന്നെല്ലാം പറയുന്നുണ്ട്, നോക്കാം. ആരും എടുത്തിട്ട് പോയി, അവരെ പേരുണ്ട്, പേര് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം. ബാഗ് എടുത്ത് പോയാളെ പേര് പിന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അവരൊരു പേപ്പർ തന്നിട്ടുണ്ട്. ഒരു സ്റ്റാഫ് വരില്ല, ഇത്രയെല്ലാം വലിയ എയർപോർട്ടിൽ ഒരു മനുഷ്യന്മാരുണ്ട്. ഒന്നുമില്ല, ഒരു സംവിധാനമില്ല, ഒരു വൈഫൈ വരില്ല. വൈഫൈക്ക് പറഞ്ഞാൽ ഒരാളെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴേക്ക് നമ്മളെ ഫോണിൽ റീചാർജ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരാളും കൗണ്ടറിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് വന്നിട്ട് പുറത്തുനിന്നുള്ള ആരും വൈഫൈ ഒന്നും കട്ടെടുക്കേണ്ട എന്തിൻ്റെ ആവശ്യമാണ്? അവരവരെ ആവശ്യം കഴിഞ്ഞിട്ട് പോയി പോകുന്നല്ലാതെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുമോ നാട്ടിൽ വരുന്നവർ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇതിൽ തന്നെ കാണാണ്ടായിട്ട് ഒരാളെ കോണ്ടാക്ട് നമ്പർ പോലും ഇല്ല. അപ്പോൾ എങ്ങനെ വിളിക്കുന്നത് കിട്ടിയിട്ടില്ല. പേര് മാത്രം അവർ പറഞ്ഞു, ഇന്നാള് എന്ന് പറഞ്ഞു ഉണ്ടത്. അതും ഉറപ്പൊന്നുമില്ല. CCTV ബാഗ് കൊണ്ടുപോയ ആളെ നോക്കാൻ പറയുമ്പോൾ അങ്ങനെ റൂളില്ല, പെർമിഷൻ ഇല്ല. പിന്നെ എന്തിനാ CCTV വെക്കുന്നത്? അതല്ല ഭാഗ്യം. ബാഗിന്റെ വെക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊന്നും എടുക്കാതെ തന്നെ, പെട്ടി കിട്ടിയില്ല, എടുക്കാതെ തന്നെ നമ്മൾ വീട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ നമ്മളെ ബാഷുട്ടിയും ഉമ്മൂട്ടിയൊക്കെ നല്ല വർക്കിലായി. ഫ്ലൈറ്റിൽ നിന്നൊന്നും നേരെ ഉറങ്ങിയില്ല, എണീക്കും ഉറങ്ങും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കാറിലെത്തിയിട്ടാകുമ്പോൾ അവർക്ക് നല്ല വർക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എൻ്റെ അളിയനെ കൂട്ടാൻ വന്നിരുന്നു. അങ്ങനെ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. വണ്ടിയിലാണ്, കുട്ടികളെല്ലാം ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഏകദേശം എത്ര മാസമായി ഇതൊക്കെ ഞാൻ പോയിട്ട്? 8 മാസം കഴിഞ്ഞു. 8 മാസത്തിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെ മക്കളെല്ലാം അവിടെ വെയിറ്റിങ്ങിലാണ്. മക്കളും ഉമ്മ ഉപ്പ വരും. ഏകദേശം 10 മാസമായി. 10 മാസമായി ഞാൻ ഇപ്പോൾ പോയിട്ട്. എന്താ വെച്ചാൽ 1 മാസത്തിൻ്റെ അടുത്ത് കഴിയുമ്പോൾ ഖത്തറിൽ തന്നെ ആയില്ല നമ്മള്. ഖത്തറിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ഫീലിംഗ് കേട്ടോ. നമ്മളെ മരിയക്കളും നമ്മളെ ചങ്ങായിമാറും എല്ലാവരും ഇളക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷം വേറെ, അവിടുന്ന് വന്നൊരു ബേജാറ് വേറെ, എല്ലാം മിക്സാണ്. ഒന്നും പറയാനില്ല. അക്ക ഫുള്ള് ക്ഷീണത്തിലാണ്. കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു രാത്രി, അതുകൊണ്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല. എനിക്കും അങ്ങനെ ഉറക്കിൻ്റെ ഭയങ്കര ക്ഷീണമുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഉറക്കണം. വന്ന് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിട്ടല്ല, ഉദ്ഘാടനം കഴിഞ്ഞു. ഇത് നീലേശ്വരം പാലത്തിലേക്ക് എത്തി നമ്മളെ.
നമ്മളെപ്പോഴും താഴെ പോലെ സാധാരണ ഇപ്പോൾ മുകളിൽ പോകുന്നുണ്ട്. പാലത്തിൽ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം പോകുന്നതാണ്. ഇതെൻ്റെ മുമ്പത്തെ ഓഫീസിൻ്റെ ബിൽഡിങ്ങാണ്. മീഡിയ സിറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ഥാപനം ഉണ്ടായിരുന്നു, ആ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇവ വന്നതോടുകൂടി അതിൻ്റെ നമ്മളെ ഓഫീസെല്ലാം ഇതായി ഒഴിവായി. ഇതെല്ലാം ഫുള്ള് പണി നടക്കുന്നുണ്ട് കേട്ടോ. നുള്ളിപ്പാടി 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 കാരവൽ ഹോസ്പിറ്റലുണ്ട്. 8 മാസത്തിൽ നല്ല മാറ്റമുണ്ട്. 8 മാസത്തിൽ ഹൈവേ കാസിൽ ഹോട്ടല് നമ്മളെ മുമ്പത്തെ കാപ്പി വളപ്പ് എത്താനായി, തറവാട് വീടിനടുത്ത് എത്താനായി. ഒന്നും അറിയുന്നില്ല, ഫുള്ള് മാറ്റം വന്നേ. നമ്മളിപ്പോ എത്താനായല്ല തക്കോ. ഞാൻ ഉമ്മാനെല്ലാം കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഉമ്മാനെ തറവാടിൽ പോയിട്ട് ഉമ്മാനെ കൂട്ടി നമ്മളെ കുലൂസുമാറടുത്ത് എത്താനായിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. മക്കൾ ഉണ്ടായില്ല എന്നൊന്നും അറിയില്ല. എന്നാലും ഒരു ഹോർൺ അടിക്കുമ്പോ ഗേറ്റെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. ഇതാ മുറ്റത്ത് ഉമ്മ ഉണ്ട്. ഇതാ ഒരാളിപ്പോ പാഞ്ഞു വരും. ആയിക്കോളൂ. തനുമില്ല തന്നോടെ എന്താണ് മോളെ? പ്രിൻസൊക്കെ എന്താക്കിയേ? ആട്ടെ എന്താക്കിയേ? എന്താ കയറ്റിയതോ? ആട്ടെ ഭയങ്കര സങ്കടം. ഉമ്മ വന്നല്ലോ, ഇച്ചുവിന്റെ ഉമ്മ വന്നല്ലോ. അങ്ങനെ അടുത്തതായിട്ട് പെട്ടി പൊട്ടിക്കൽ മത്സരമാണ്. അങ്ങനെ 3 ആളും പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഉമ്മൂട്ടിയുണ്ട്, റിൻഷുട്ടിയുണ്ട്, ആനുട്ടിയുണ്ട്. 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് പെട്ടീൻ്റെ കവറെല്ലാം എടുത്ത് തുണി ബെഡ്ഷീറ്റ് പിന്നെ ആയിട്ടാ സാധനം എടുത്തത് വരട്ടെ ചെമ്മോ.
ബാച്ചുട്ടി മുകളിട്ടെ ബാച്ചു വിടുന്നില്ല വിട്ടു തരൂല ബാച്ചു വിട്ടു തരൂല ബാച്ചു വിട്ടു തരൂല ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ബാക്കിലോട്ട് ഇത് ക്ഷേത്ര തന്നത് ഇത് മുട്ടായി നല്ല ഇത് ഗ്ലാസ് ഇത് നിങ്ങളത് മാഗി ഷെഡി ഇത് മൂസിമാർക്ക് വാങ്ങി തന്ന ബാഗിച്ചാണ് ഡ്രസ് അത് കിട്ടിയില്ല പകരം അമ്മായിക്ക് ഒരു മുട്ടായി ഉമേഷ് ഫ്രണ്ട് മാറിയ ഉമ്മനോട് എങ്ങനെ തരാൻ പറഞ്ഞാണ്